ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആഷറിന് ഞാൻ മൗറീഷ്യസിൽ കൊടുത്തുവിട്ട സാധനങ്ങൾ പൊട്ടിച്ചപ്പോൾ ആഷറിൻ്റെ സന്തോഷം കണ്ടോ? ഇതാണ് മെയിൻ. ഷോർട്സ് എന്നെ മാൻഡേറ്ററി നോക്കി. ആരൺ ആഷറിന് കൊടുത്തുവിട്ട ലെറ്ററാണ്, നോക്കി. ഇച്ചിരി മരുന്നാണ്. താങ്ക് യു. ഷൂ ഇട്ട് നോക്കിയിട്ട് കറക്റ്റാ. നോക്കിയിട്ട് കറക്റ്റ്. അച്ഛാ താങ്ക് യു. അപ്പൻ ഖത്തറിന്ന് കൊടുത്തുവിട്ട ഷൂസാണ്. ഒരു ജാക്കറ്റും ഒരു ഷൂസും കൂടെ അപ്പം കൊടുത്തു വിട്ടായിരുന്നു, മകന് കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞ്. നല്ല വാഴയിലേക്കകത്തൊക്കെ ഉള്ളതാട്ടോ. ഇതെന്നെ പോർക്കാണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നില്ല. ബീഫ് അര കിലോ ഇത് 2 പാക്കറ്റ് വെച്ചിരിക്കുന്നത് മീനായിരിക്കണം. കാരണം വാഴയിലേക്കകത്തൊക്കെ പാലപ്പപ്പൊടി. ഇതെല്ലാം അച്ചാർ സീരീസ് ആണെന്ന് തോന്നുന്നു. ഇത് മീൻകറി, മീൻ പീര. ഓ, വെളുത്തുള്ളി പച്ചമുളക് അച്ചാർ. അവര് വിളയിച്ചത്. ഇത് മറ്റേ അല്ല, മറ്റേ ബദാം കാഷ്യൂ എല്ലാം കൂടെ ഷേക്ക് പൊടിയാക്കി. ഇതിലും വലുത് എന്ത് വേണം? ഇതിനൊക്കെ വേണ്ടിയല്ലേ ജീവിക്കുന്നത്. എന്റെ ദൈവമേ, താങ്ക് യു അമ്മേ, താങ്ക് യു. എന്റെ ദൈവമേ, കപ്പ വേവിച്ചത്. ആക്രാന്ത് ആക്രാന്ത്. ഇതാണ്ട് ഒരാൾ കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷേ ടേസ്റ്റ് കിട്ടുന്നില്ല. ഭയങ്കര കുഴപ്പമില്ല, ചൂടാക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാം. പിന്നെ മറ്റേ മീൻകറിക്കും പീരയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെ കണ്ടോ? പോർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാം തന്നെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുക. ചൂടാക്കി ചൂടാക്കി വീഡിയോ എടുക്കുന്ന ആകെ ഞാൻ കാണിക്കാം. ഓഫ് ചെയ്തോ? ഓഫായി. പിന്നെ അപ്ലോഡ് ചെയ്യൂ. ഓക്കെ, ഇന്നേതാ മീൻകറി തന്നെ അങ്ങനത്തെ തന്നെ. മീൻകറി ഇവിടെയുണ്ട്. ചേട്ടാ മീൻകറി എടുത്തോ? ഞാൻ എടുത്തു. എല്ലാം ഒന്ന് കാണിച്ചേക്കാം പ്ലേറ്റിലെ. ഇത്രയും കറി ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ഇതാണ്, വെളുത്തുള്ളി പച്ചമുളക് അച്ചാറ്. ശരിക്കും വെളുത്തുള്ളി കാന്താരിയാണ്, പക്ഷെ എനിക്ക് കാന്താരി ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അമ്മ മിക്കവാറും പച്ചമുളകായിട്ടിരിക്കുന്നത്. വെളുത്തുള്ളി കാന്താരി ഉണ്ട്, അത് വരുന്നുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളി സാധനം. റിയാക്ഷൻ ഒന്ന് നോക്കിയാണേ. പീര എങ്ങനെയുണ്ട്? പീര സൂപ്പർ. മീൻകറിയോ? ഇങ്ങനെ കൊള്ളാം.
എല്ലാം സൂപ്പർ. എല്ലാം നമുക്ക് എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കഴിക്കാതിൻ്റെ നമുക്ക് ടേസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ബീഫുണ്ട്, പോർക്കുണ്ട്, പിന്നെ കോവയ്ക്ക മെഴുക്കോട്ടി ഉണ്ട്, നല്ല വാഴയിലക്കകത്ത് കൊണ്ടുവന്ന കപ്പയുണ്ട്. എല്ലാം ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഈ റിയാക്ഷന് വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് കഴിക്കാം. ആദ്യം ബീഫായിട്ടാണേ. ഞാനൊരു 10-15 മിനിറ്റത്തേക്ക് നാട്ടിലാട്ടോ. കോട്ടയത്ത് എൻ്റെ വീട്ടിലാണ്. അടുത്ത പോർക്കായിട്ട് വെളുത്തുള്ളി തീർന്നോ? കഴിക്കുക. അമ്മ ഉണ്ടാക്കില്ലേ ടേസ്റ്റ്? അമ്മയെ കൊണ്ടേ പറ്റൂ ഈ ടേസ്റ്റിൽ. ഇനി എൻ്റെ വീട്ടിലുണ്ടായ കോവയ്ക്ക നമുക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. സൂപ്പറാ. സുഹൃത്തേട്ടാ എങ്ങനെയുണ്ടല്ലോ? ഇതെല്ലാം അടിപൊളിയേ, സൂപ്പർ. അത്രക്കുള്ള ഓ